മൂവിയുടെ ആദ്യം തന്നെ നായികയായ സാറയെയും മകളായ മേരിയെയും കാണിക്കുന്നു. മേരിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണിക്കാൻ പോകുന്ന വഴിയാണ്. വണ്ടി ഓടിക്കുന്നത് മേരിയുടെ അച്ഛൻ ഡോൺ ആണ്. മേരിയുടെ സിറ്റുവേഷൻ കണ്ട് സാറ വല്ലാതെ ടെൻഷൻ അടിക്കുകയും വണ്ടി വേഗത്തിൽ വിടാൻ ഡോണിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഡോൺ മേരിയെ എടുത്ത് അകത്തേക്ക് പോകുന്ന വഴി സാറയോട് മിണ്ടിപ്പോകരുതെന്ന് വാൺ ചെയ്യുന്നു. ഹോസ്പിറ്റലിനകത്തെ കയറി ഹെൽപ്പ് ചോദിക്കുമ്പോൾ നേഴ്സും മറ്റും വന്ന് മേരിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. സാറ മേരിയെ ട്രീറ്റ് ചെയ്യുന്നത് വിൻഡോയിലൂടെ നോക്കുന്നു. മേരി രക്ഷപ്പെടുമോ? സാറയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഈ ഡോൺ ആരാണ്? നമുക്ക് നോക്കാം. എൻ്റെ പേര് അനന്തു മധു. കഥയിലോട്ട് കടക്കാം. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം ടേബിളിന് ചുറ്റുമിരുന്ന് ഡിന്നർ കഴിക്കുന്നു. അതിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായ ഡോണും റെനിയെയും കാണിക്കുന്നു. കൂടാതെ അവരുടെ 2 മക്കളായ സാറയും എമിയെയും കാണിക്കുന്നുണ്ട്. ഡിന്നർ കഴിക്കുന്ന സമയം ക്യാമ്പ് ഫയർ പാർട്ടിക്ക് പൊയ്ക്കോട്ടെ എന്ന് സാറ ഡോണിനോട് ചോദിക്കുന്നു. ഡോൺ ദേഷ്യപ്പെടുകയും ഞാൻ പറയുന്നത് കേട്ടാൽ മതി, നീ ഇന്ന് എവിടെയും പോകുന്നില്ല, ഡിന്നർ കഴിച്ചിട്ട് മര്യാദയ്ക്ക് റൂമിൽ പോയി കിടന്നോണം എന്ന് പറയുന്നു. പക്ഷേ സാറ അതൊന്നും വലിയ കാര്യമായി എടുക്കാതെ രാത്രിയിൽ ജനൽ വഴി ആരുമറിയാതെ ചാടി പുറത്ത് വെയിറ്റ് ചെയ്ത ബോയ്ഫ്രണ്ടായ ക്രിസിനൊപ്പം പാർട്ടിക്ക് പോകുന്നു. പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ക്രിസും സാറയും കൂടി കണ്ണും നോക്കിയിരിക്കുകയാണ്. സാറയ്ക്ക് വേണ്ടി ക്രിസ് ഗിറ്റാർ പ്ലേ ചെയ്ത് ഒരു സോങ് പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് ക്രിസ് സാറയെ പ്രപ്പോസ് ചെയ്യുന്നു. സാറ അത് അക്സെപ്റ്റും ചെയ്യുന്നു. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു പറയുന്നു. ഇവിടെയാണെങ്കിൽ അമ്മ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ സാറയുടെ റിപ്ലൈ ഒന്നും ലഭിക്കുന്നില്ല. ഡോൺ വാതിൽ തുറന്നു നോക്കുമ്പോൾ സാറ അവിടെ ഇല്ലെന്ന് മനസ്സിലാകുന്നു. ഡോണിന് വല്ലാതെ ദേഷ്യം വരികയാണ്. അടുത്ത ദിവസം രാവിലെ വീടിന് വാതിക്കൽ സാറയും കാത്ത് ഡോൺ ദേഷ്യത്തോടെ വെയിറ്റ് ചെയ്യുകയാണ്. സാറ അവിടെ ക്രിസുമായിട്ട് വരുന്നതും മറ്റും ഡോൺ കാണുന്നു. സാറ ബാക്ക് ഡോർ വഴി കയറാൻ ശ്രമിക്കുമ്പോൾ ഡോൺ സാറയെ വിളിക്കുന്നു. എന്നിട്ട് ഇവിടെ വരാൻ പറയുന്നു. എൻ്റെ അനുവാദമില്ലാതെ ഒരാളെ ഡേറ്റ് ചെയ്യാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? ആരും പെർമിഷൻ തന്നില്ല. എനിക്ക് എന്ന് 18 തികയുന്നു അന്ന് ഞാൻ ഈ വീട് വിട്ടിറങ്ങും എന്നും പറഞ്ഞ് അകത്തേക്ക് കയറാൻ സാറ ശ്രമിക്കുമ്പോൾ ഡോൺ സാറയെ തടഞ്ഞിട്ട് പറയുന്നു, എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ നിൽക്കണം. ആ സമയം ഐറിൻ അവിടെ വന്ന് അവർ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ സാറ റൂമിലേക്ക് പോകുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആമി സാറയുടെ മുറിയിൽ വരികയും എന്നിട്ട് അവരുമായി സംസാരിക്കുകയുമാണ്. എന്നിട്ട് ആമി ഡോണുമായിട്ട് ആർഗ്യൂ ചെയ്യരുതെന്ന് സാറയെ ഉപദേശിക്കുന്നു. തൻ്റെ അച്ഛൻ ക്രേസി ആണെന്നും ആരെങ്കിലും അയാൾക്കെതിരെ പറയണമെന്നും സാറ ആമിയോട് പറയുന്നു. ആ സമയം അവരുടെ അമ്മ ഐറിനും അവിടെ വരികയാണ്. എനിക്ക് 18 വയസ്സ് തികയുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കുമെന്നും ഫ്ലോറിഡയിൽ തുടങ്ങി ഈ ലോകം മുഴുവൻ ട്രാവൽ ചെയ്യുമെന്നും സാറ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ സമയം ഡോൺ അതെല്ലാം പുറത്തുനിന്ന് കേൾക്കുകയാണ്. അത് കേട്ടപാടെ ഡോൺ നേരെ ബേസ്മെൻറ്റ് ക്ലീനാക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് അവിടെ ഒരു ബോംബ് ഷെൽട്ടർ നിർമ്മിക്കാനുള്ള പ്ലാനിലാണ്. അതായത് സാറെ അവിടെ ലോക്ക് ചെയ്യുക എന്നാണ് ഡോണിൻ്റെ പ്ലാൻ. 3 മാസങ്ങൾക്ക് ശേഷം സാറ തൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഏതാണ്ട് 18 വയസ്സ് തികയാറുമായി. അങ്ങനെ ഒരു ദിവസം ഡോൺ ഗാർഡനിലെ ഇലകളൊക്കെ വെട്ടുന്ന സമയം സാറ അവിടെ ക്രിസുമായി സംസാരിക്കുകയാണ്. ആ സമയം ഐറിൻ വന്നിട്ട് ഡോണിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗാർഡനിൽ ഉണ്ടെന്ന് സാറ പറയുന്നു. ഡോണിനിപ്പോൾ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. ഫുൾ ടൈം ബേസ്മെൻറ്റിലാണ്. അയാൾ എന്തായിരിക്കും അവിടെ ചെയ്യുന്നത്? അമ്മ സ്വന്തമായി അവിടെ പോയി നോക്കിക്കോളൂ, അപ്പോൾ അറിയാമല്ലോ. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അവിടെ മുഴുവൻ എലികളാണെന്നാണ് ഡോൺ പറയുന്നത്. എനിക്കാണെങ്കിൽ എലികളെ ഭയങ്കര പേടിയുമാണ്. ഞാൻ ഷോപ്പിങ്ങിന് പോവാണ്, നീ വരുന്നോ എന്ന് ഐറിൻ സാറയോട് ചോദിക്കുമ്പോൾ ക്രിസുമായി സംസാരിക്കുന്നതിനാൽ സാറ വരുന്നില്ലെന്ന് പറയുന്നു. അങ്ങനെ ഐറിൻ കാറുമെടുത്ത് ഷോപ്പിങ്ങിന് പോകുന്നു. ഇപ്പോൾ ആ വീട്ടിൽ ഡോണും സാറയും മാത്രം. ഡോൺ സാറയുടെ അടുത്ത് ചെന്ന് ബക്കറ്റ് പിടിക്കാൻ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ രണ്ടും കൂടി ബക്കറ്റ് പിടിച്ചുകൊണ്ട് ബേസ്മെൻറ്റിൽ വെക്കുന്നു. ബക്കറ്റ് ബേസ്മെൻറ്റിൽ വെച്ച ഉടനെ ഡോൺ സാറയെ ബേസ്മെൻറ്റിൽ ലോക്ക് ചെയ്യുന്നു. തൻ്റെ അച്ഛൻ്റെ പ്രവൃത്തി കണ്ട് സാറ വല്ലാതെ ഷോക്കാകുന്നു. പിന്നടിച്ച് ഡോറ് തുറക്കാൻ സാറ നോക്കുന്നു. പക്ഷേ 3 തവണ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തെറ്റായതിനാൽ ലൈറ്റ് ഓഫാകുകയാണ്. അവിടെ ഫുള്ളും ഇരുട്ടാണ്. സാറ എങ്ങനെ അവിടെയൊക്കെ തിരഞ്ഞിട്ട് ഒരു ടോർച്ച് ലഭിക്കുകയാണ്. ആ ബേസ്മെൻറ്റിൽ ഇപ്പോൾ സാറയും ബക്കറ്റും മാത്രമാണുള്ളത്. സാറ ഹെൽപ്പിന് വേണ്ടി അലറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആ ബോംബ് ഷെൽട്ടർ സൗണ്ട് പ്രൂഫ് ആയിരുന്നു. ഒരു തരി ഒച്ച പോലും പുറത്തു പോകില്ല. രാത്രിയായി. ഐറിനും ആമിയും സാറയെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പോലീസിനെ വിളിക്കട്ടെ എന്ന് ഐറിൻ ഡോണോട് ചോദിക്കുമ്പോൾ അവൾ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, രാവിലെ വരെ നോക്കാം, എന്നിട്ടും കണ്ടില്ലെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം. ഐറിൻ ആമിയോട് ക്രിസിനെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ 2ാം ദിവസം എത്തി. സാറയാണെങ്കിൽ കൂട്ടിലടച്ച പക്ഷിയെ പോലെ ജീവിക്കുന്നു. സാറ യൂറിനേറ്റ് ചെയ്യാൻ ഒരു ബക്കറ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നടിക്കാൻ 3 ചാൻസ് ഉണ്ട്. 3 ചാൻസ് കഴിഞ്ഞാൽ റൂമിലെ ലൈറ്റ് കട്ടാകും. കൂടാതെ എയർ സർക്കുലേഷൻ ഇല്ലാതെയാകും. അങ്ങനെ 4ാം ദിവസം എത്തി. അവൾ ഏതു നേരവും വെന്റിലൂടെ ഹെൽപ്പിന് വേണ്ടി അലറുകയാണ്.
ഒരു രക്ഷയുമില്ല. അങ്ങനെ ഒരു ദിവസം ഡോൺ വരുമ്പോൾ ഡോണിനെ തട്ടിമാറ്റി സാറ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഡോറിന് അപ്പുറത്ത് വേറൊരു ഡോറും കൂടെ ഉണ്ടായിരുന്നു. ഡോൺ സാറയെ മുറിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. എന്നിട്ട് വല്ലാതെ മർദ്ദിക്കുന്നു. നിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് ഇതായിരിക്കും അനന്തരഫലങ്ങൾ. തന്നെ പുറത്തുവിടാൻ സാറ കാലുപിടിച്ച് അപേക്ഷിക്കുമ്പോൾ ഡോൺ അത് നിരസിക്കുകയാണ്. നിനക്ക് ആവശ്യമുള്ള ഫുഡ്, ക്ലോത്ത്സ്, ബ്ലാങ്കറ്റ്, ബുക്സ് ഒക്കെ ഞാൻ തരാം, അതും എനിക്ക് തോന്നിയാൽ. കൂടാതെ ഓരോന്ന് ലഭിക്കാൻ ഞാൻ പറയുന്ന പോലെ നീ ചെയ്യുകയും വേണം. സാറ അത് നിഷേധിക്കുകയാണ്. പക്ഷേ ഡോൺ സാറയെ അടിച്ചിട്ട് സ്വന്തം മകളെ അവിടെ വെച്ച് റേപ്പ് ചെയ്യുന്നു. ഇവിടെ ഐറൻ പോലീസിനെ വിളിച്ചിട്ട് തൻ്റെ മകളെ കാണാനില്ല എന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അത് അന്വേഷിക്കാൻ പോലീസ് അവിടെ വന്നിട്ടുണ്ട്. ഐറൻ പോലീസിനോട് പറയുന്നു, സാറ ഒരിക്കലും ഈ രീതിയിൽ വീട് വിട്ട് പോകില്ല, എന്തോ അവൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ സമയം ഡോൺ അവിടെ വന്നിട്ട് സാറ വേൾഡ് ടൂർ പോകാനാണ് സാധ്യത. 18 വയസ്സ് തികയുമ്പോൾ ഫ്ലോറിഡയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേൾഡ് ടൂർ പോകാനായിരുന്നു അവളുടെ പ്ലാൻ എന്ന് പോലീസിനോട് പറയുന്നു. ആ സമയം ഐറൻ പറയുകയാണ്, അതവളുടെ പ്ലാൻ അല്ലായിരുന്നു, അവളുടെ ഡ്രീം മാത്രമായിരുന്നു. കൂടാതെ അവൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുമില്ല. എന്നോട് പറയാതെ എൻ്റെ മോൾ എവിടെയും പോകില്ല. സാറ പെട്ടെന്ന് തന്നെ 18 വയസ്സ് തികയും. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനുള്ള അവകാശമുണ്ട്. ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഡീൽ ചെയ്യുന്നുമുണ്ട്. ഞങ്ങൾ അന്വേഷിക്കാം, പക്ഷേ ഇതിൽ കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 7-ാം ദിവസം എത്തി. സാറ വളരെ ക്ഷീണിതയാണ്. ദേഹമാകെ ചതവുകളും മുറിവുകളും. സാറ ക്രിസ്തുമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുമായുള്ള സംസാരത്തിൽ താൻ 18 വയസ്സ് തികയുമ്പോൾ വീട് വിട്ടിറങ്ങുമെന്ന് സാറ പറയുന്നുണ്ട്. സാറ, നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനും കാണും. നമുക്ക് എൻ്റെ ബൈക്കിൽ ഈ ലോകം മുഴുവൻ ചുറ്റണം. എനിക്കൊരു പിങ്ക് ഹെൽമെറ്റ് വേണമെന്ന് സാറ പറയുമ്പോൾ ക്രിസ് അത് നൽകാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ക്രിസ് പിങ്ക് ഹെൽമെറ്റുമായി മോട്ടോർ സൈക്കിളിൽ അവിടെ വരുന്നു. ഡോണിനോട് സാറ എവിടെയെന്ന് ക്രിസ് ചോദിക്കുമ്പോൾ ഡോൺ ക്രിസിനോട് സാറ സ്റ്റീവുമായിട്ട് ഒളിച്ചോടിപ്പോയെന്ന് കള്ളം പറയുന്നു. കൂടാതെ അവൾ വീട്ടിലുള്ളപ്പോൾ സ്റ്റീവുമായിട്ട് എപ്പോഴും ഒളിച്ചോടുമെന്ന് പറയാറുണ്ടായിരുന്നു. അത് കേട്ടതും ക്രിസ് നെഞ്ചുരുകി അവിടെ നിന്നും പോവുകയാണ്. 21 ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്ന് സാറയുടെ ബർത്ത്ഡേ ആണ്. ഡോൺ ബേസ്മെൻറ്റിൽ ഒരു കേക്കുമായി വരുന്നു. ഒപ്പം ഒരു റെഡ് ഡ്രസ്സും കൊണ്ടുവരുന്നു. സാറയെ ഫോഴ്സ് ചെയ്ത് ആ ഡ്രസ്സ് ഇടിക്കുകയാണ്. എന്താണ് നിനക്ക് വേണ്ടതെന്ന് ഡോൺ ചോദിക്കുന്നു. എന്നെ പുറത്തുവിടാൻ സാറ അപേക്ഷിക്കുന്നു. പക്ഷേ ഡോൺ അത് നിരസിക്കുകയാണ്. ആ സമയം സാറ ഒരു TV ചോദിക്കുമ്പോൾ നീ അത് ഏൺ ചെയ്യണമെന്ന് ഡോൺ പറയുന്നു. പിന്നീട് സാറ ഒരു ക്ലോക്ക് ചോദിക്കുമ്പോൾ ഡോൺ അത് നൽകാമെന്ന് പറയുന്നു. ഡോൺ സാറെ അടുത്ത് വിളിച്ച് പതിവ് പോലെ റേപ്പ് ചെയ്യുകയും ചെയ്യുന്നു. 38-ാമത്തെ ദിവസമെത്തി. സാറ ഡോണിനെ കൊല്ലാൻ വേണ്ടി ബീഫ് ക്യാൻ്റെ അടപ്പുമായി വെയിറ്റ് ചെയ്യുന്നു. ഡോൺ അവിടെ വരുന്നു. സാറ സെയിം റെഡ് ഡ്രസ്സിൽ ഡോണിനെ വരവേൽക്കുന്നു. ഡോൺ അകത്ത് വന്നതും സാറ ഡോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നാൽ ഡോൺ സാറയെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും അവളെ അവിടെ വെച്ച് റേപ്പ് ചെയ്യുന്നു. അങ്ങനെ 354 ദിവസമായി. സാറ ഇപ്പോൾ ഗർഭിണിയാണ്. തൻ്റെ കുഞ്ഞിനെ നോക്കാൻ നേഴ്സിംഗ് ബുക്കും മറ്റും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് സിവിയറായിട്ടുള്ള പെയിൻ ഉണ്ടാകുകയും പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകുന്നു. ആ കുഞ്ഞിൻ്റെ പേരാണ് മേരി. 4 വർഷങ്ങൾ കഴിഞ്ഞു. സാറ വീണ്ടും ഗർഭിണിയാണ്. ഇപ്പോൾ ബേസ്മെൻറ്റിൽ ആവശ്യമായ സാധനങ്ങളൊക്കെ ഡോൺ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡോണോട് നല്ല രീതിയിലാണ് സാറ സംസാരിക്കുന്നത്. തനിക്ക് പ്രമോഷൻ കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത ഡോൺ സാറയോട് പറയുകയാണ്. കൂടാതെ മേരി ഡാഡി എന്ന് വിളിച്ച് ഡോണിനെ തൻ്റെ പെയിൻറ്റിങ് കാണിക്കുന്നു. ഡോൺ അത് കണ്ട് വളരെ സന്തോഷിക്കുന്നുണ്ട്. ആ സമയത്ത് ഇനി ഒരാളും കൂടി വരുമല്ലേ, ഞങ്ങളെ ഇനിയെങ്കിലും പുറത്തുവിടാമോ എന്ന് സാറ ചോദിക്കുമ്പോൾ ഡോൺ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ്. മുകളിലെത്തി ഡിന്നർ കഴിക്കുന്ന സമയം ഐറനുമായി ആർഗ്യുമെൻറ്റിലെത്തുകയാണ്. സാറയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ വെക്കണമെന്നും നിങ്ങൾക്ക് മകളെ കാണാത്തതിൽ ഒട്ടും വിഷമമില്ലേ എന്നും ഐറൻ ചോദിക്കുന്നു. $5000 ഫ്ലോറിഡയിൽ സാറയെ സെർച്ച് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനിയും അവൾക്ക് വേണ്ടി പൈസ ചിലവാക്കാൻ കഴിയില്ല. അവളെ നീ അങ്ങ് മറന്നേക്കും. എന്നിട്ട് ആമിയെ ശ്രദ്ധിക്കാൻ നോക്കും. അങ്ങനെ ഒരു ദിവസം ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് സാറയ്ക്ക് അയാൾ TV നൽകുന്നു. TV ലഭിച്ച സന്തോഷത്തിലാണ് സാറ. അങ്ങനെ ഇപ്പോൾ 7 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും അവിടെ സാറ തൻ്റെ മകളായ മേരിയോടൊപ്പവും മകനായ മൈക്കിളിനോടൊപ്പം ആ ബേസ്മെൻറ്റിൽ താമസിക്കുന്നു. പെട്ടെന്ന് മേരിക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയാണ്. ഡോൺ ഒരു ഗുളിക നൽകുമ്പോൾ അത് കുട്ടികളുടെ ഗുളിക അല്ലെന്നും ഇതിൻ്റെ ഡോസേജ് അറിയില്ലെന്നും മേരിയെ ഡോക്ടറെ കാണിക്കണമെന്നും സാറ ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് മൈൻഡ് ചെയ്യാതെ ഡോൺ അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം ക്രിസ് ആമിയെ മീറ്റ് ചെയ്യുകയാണ്. സംസാരത്തിനൊടുവിൽ ഡോൺ പറഞ്ഞത് കള്ളത്തരമാണെന്ന് ആമി ക്രിസിനോട് പറയുന്നു. കൂടാതെ തൻ്റെ അമ്മയെ ഡോൺ അബ്യൂസ് ചെയ്യാറുണ്ടെന്നും സാറയെ അയാൾ എന്തെങ്കിലും ചെയ്തോ എന്ന് സംശയമുണ്ടെന്നും ആമി പറയുന്നു. രാത്രിയിൽ ഐറിൻ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ വെക്കണമെന്ന് ഡോണുമായി ആർഗ്യൂ ചെയ്യുന്ന സമയം ഡോൺ അറിയാതെ തൻ്റെ ബേസ്മെൻറ്റിലെ കീ താഴെ വീഴുകയാണ്. ആമി ആ കീ എടുത്ത് നേരെ ബേസ്മെൻറ്റിൽ പോകുമ്പോൾ ഡോൺ അവിടെ ആമിയെ കണ്ട് അവളെ അവിടെ നിന്നും ഓടിക്കുന്നു. മാസങ്ങൾ കഴിഞ്ഞു.
സാറ തൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനും ജന്മം നൽകി. അവന് തോമസ് എന്ന പേര് നൽകി. സാറ ഡോണിനോട് ഇവിടെ മൂന്നാമത്തെ ഒരു കുഞ്ഞിനെ വളർത്താൻ സ്പേസ് ഇല്ലെന്നും തൻ്റെ മകനെ തൻ്റെ അമ്മയുടെ കൈകളിൽ വളർത്താൻ ഏൽപ്പിക്കണമെന്നും ചോദിക്കുന്നു. ഡോൺ അത് എഗ്രി ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം ഡോർ സ്റ്റെപ്പിൽ നിന്ന് തോമസിനെ ഐറിന് ലഭിക്കുന്നു. കൂടാതെ തൻ്റെ കുഞ്ഞിനെ നോക്കണമെന്നുള്ള സാറയുടെ കത്തും ഐറിന് ലഭിക്കുന്നു. ഐറിൻ നിറകണ്ണുകളോടെ കുഞ്ഞിനെ വാരി പുണരുകയാണ്. പക്ഷേ താൻ ബേസ്മെൻറ്റിലുണ്ടെന്നും തന്നെ രക്ഷിക്കണമെന്നുള്ള ഒരു ചെറിയ നോട്ട് ഐറിൻ കാണുന്നില്ല. അത് ഡോണിന് ലഭിക്കുകയാണ്. അത് കണ്ട ഉടനെ ഡോൺ ബേസ്മെൻറ്റിൽ പോയി സാറയുടെ മുഖത്ത് ആ നോട്ട് വലിച്ചെറിഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോകുന്നു. അങ്ങനെ 14 വർഷങ്ങൾ കഴിഞ്ഞു. മേരിയും മൈക്കിളും വളർന്നു. ഇപ്പോൾ ഡോണിൻ്റെ നോട്ടം മേരിയിലാണ്. അത് കണ്ട് സാറ അവളൊരു കൊച്ചുകുട്ടിയാണെന്നും ദയവ് ചെയ്ത് തൻ്റെ മകളെ ഉപദ്രവിക്കരുതെന്നും അപേക്ഷിക്കുന്നു. ആ സാറയും കുഞ്ഞുങ്ങളും ആ ഒരു മുറിയിൽ തന്നെ ഇരുന്ന് വീർപ്പുമുട്ടി കഴിയുകയാണ്. 17 വർഷങ്ങൾ കഴിഞ്ഞു. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ഐറിനും തൻ്റെ കൊച്ചുമകനായ തോമസുമായി സംസാരിക്കുകയാണ്. സാറ വീണ്ടും ഗർഭിണിയായി. മുകളിലത്തെ സീലിങ്ങിൽ നിന്നും വെള്ളം വരുന്നത് കണ്ട് സാറ സ്പൂൺ ഉപയോഗിച്ച് സീലിംഗ് തുറക്കാൻ നോക്കുന്നു. രാത്രി മുഴുവൻ അത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം വീടിൻ്റെ മുറ്റം ഇപ്പോൾ സാറയ്ക്ക് കാണാം. ഹെൽപ്പിന് വേണ്ടി സാറ അതുവഴി ടോർച്ച് അടിക്കുവാൻ തുടങ്ങി. ഒരു അയൽക്കാരൻ അത് കണ്ട് അവരുടെ വീട്ടിൽ ചെല്ലുകയും ഡോണിനോട് കണ്ട കാര്യം പറയുകയും ചെയ്യുന്നു. ഡോൺ അയാളെ ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് കൺവിൻസ് ചെയ്ത് വിടുന്നു. അയാൾ പോയതിനു ശേഷം ഡോൺ താഴെ ചെന്ന് ബ്രൂട്ടലി സാറയെ അടിക്കുകയും അങ്ങനെ അടികൊണ്ട് സാറയുടെ കുഞ്ഞ് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 18ാമത്തെ വർഷമെത്തി. ഡോൺ സാറയോട് തോമസ് വളർന്നെന്നും അടുത്ത വർഷം ഫുട്ബോളിൽ ചേർക്കാനാണ് പ്ലാനെന്നും പറയുന്നു. അത് കേട്ട് മൈക്കിൾ തനിക്ക് ഫുട്ബോളിൽ ചേരണമെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ അമ്മയുടെ പെരുമാറ്റത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറയുന്നു. മേരിയും മൈക്കിളും അച്ഛൻ ഞങ്ങളെ പുറത്തുവിടാത്തതിന് കാരണം അമ്മയാണെന്നും പറഞ്ഞ് സാറയോട് പറയുമ്പോൾ സാറ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അവിടെയുള്ള സാധനങ്ങളെല്ലാം സാറ വലിച്ചെറിയുന്നു. എന്നിട്ട് മൂലയ്ക്ക് മാറിയിരുന്ന് വല്ലാതെ കരയുകയാണ്. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞത് ശരിയല്ലെന്ന് മനസ്സിലായ മേരിയും മൈക്കിളും അവിടെ വൃത്തിയാക്കുകയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ സാറ തൻ്റെ മക്കളോട് നടന്ന സത്യങ്ങൾ മുഴുവൻ പറയുന്നു. മേരിയും മൈക്കിളും തൻ്റെ അമ്മയ്ക്കുണ്ടായ ദുരവസ്ഥ ഓർത്ത് വല്ലാതെ ഫീൽ ചെയ്യുന്നു. മരിയയ്ക്ക് ആസ്മയുണ്ട്. കൂടാതെ ബേസ്മെൻറ്റിൽ എയർ സപ്ലൈ കുറവായതുകൊണ്ട് ഇടയ്ക്കിങ്ങനെ ശ്വാസതടസ്സം ഉണ്ടാകാറുണ്ട്. അങ്ങനെ 19ാമത്തെ വർഷമെത്തി. ഡോൺ ബേസ്മെൻറ്റിൽ വന്ന് സാറയോട് ഇനിയെല്ലാം കുറച്ച് ചിലവാക്കണമെന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്നു. മൈക്കിൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ഡോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഡോൺ മൈക്കിളിനെ മാറ്റി അവിടെ നിന്നും പോകുന്നു. അവിടെ ഡോണിൻ്റെ കഷ്ടകാലം തുടങ്ങുകയാണ്. കാരണം ഡോണിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. മുഴുവൻ സമയവും ഐറിനുമായി വഴക്കാണ്. കൂടാതെ വീടാണെങ്കിൽ ജപ്തിയുടെ വക്കിലും. അതുകൊണ്ട് തന്നെ സാറയും മക്കളെയും കൊല്ലാൻ തീരുമാനിക്കുകയാണ്. എയർ വെന്റിലേക്ക് ഒരു ഹോസ് ഘടിപ്പിച്ച് കാറിൽ നിന്നും കാർബൺ മോണോക്സൈഡ് ആ ബേസ്മെൻറ്റിലേക്ക് വിടുന്നു. ആ സമയം സാറയുടെയും മൈക്കിളിൻ്റെയും മേരിയുടെയും ഭാഗ്യം കൊണ്ട് തോമസ് വരികയാണ്. തോമസിനെ കണ്ടതും ഡോൺ ആശ്രമം അവിടെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ 20ാമത്തെ വർഷം മേരിക്ക് ആസ്മ അറ്റാക്ക് ഉണ്ടാകുന്നു. സാറ മേരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഡോണിനോട് അപേക്ഷിക്കുകയാണ്. ഡോൺ ആദ്യം ഡിനൈ ചെയ്തെങ്കിലും ചില കണ്ടീഷൻ്റെ പുറത്ത് ഡോൺ മരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. സാറ മുകളിലത്തെ നിലയിലെത്തിയതും ഐറിനെ നോക്കിയാണ്. എങ്കിലും പെട്ടെന്ന് തന്നെ മരിയയും കൊണ്ട് കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിലെത്തിയതും ഡോക്ടേഴ്സ് മരിയെ സേവ് ചെയ്യുന്നു. ഡോണിനോട് മരിയയുടെ മുൻപത്തെ മെഡിക്കൽ റെക്കോർഡ്സ് ഡോക്ടേഴ്സ് ചോദിക്കുമ്പോൾ മരിയയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നൽകിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ വേറെ മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും ഇല്ലെന്നും ഡോൺ റിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യാൻ ഡോണിനെ അവർ നൽകുകയാണ്. ഡോൺ ആ ഫോം ഫില്ല് ചെയ്യുന്ന സമയം സാറ ഒന്ന് ബാത്റൂമിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഡോൺ പറ്റില്ല എന്ന് പറയുകയാണ്. ഡോൺ ഫോം ഫില്ല് ചെയ്യുന്ന സമയം സാറ അവിടെയുള്ള വെള്ളം ആ പേപ്പറിലേക്ക് തട്ടുകയാണ്. എന്നിട്ട് അവിടെ നിന്നോടി ഡോക്ടറുടെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ അവിടെ പോലീസ് വരികയും ഡോണിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ പോലീസ് മൈക്കിളിനെ ബേസ്മെൻറ്റിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. ഐറിൻ ഇതൊക്കെ കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. കാരണം സ്വന്തം മകളോട് സ്വന്തം അച്ഛൻ ഇത്രയും ക്രൂരമായി പെരുമാറിയല്ലോ എന്നോർത്ത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. സാറയ്ക്കും കുട്ടികൾക്കും സന്തോഷത്തിൻ്റെ കാലം. ക്രിസ് പിങ്ക് ഹെൽമറ്റുമായി സാറയെ കാണാൻ വരുന്നു. പ്രോമിസ് ചെയ്ത പോലെ തന്നെ പിങ്ക് ഹെൽമറ്റ് സാറയ്ക്ക് നൽകുകയും നിന്നെ ഞാൻ ഹാർഡായിട്ട് അന്വേഷിക്കാത്തതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരും കൂടി റൈഡിന് പോകുന്നതിലൂടെ കഥ അവിടെ